ഞാൻ എണീറ്റ് വന്നുടനെ നോക്കുന്നത് ഇതെന്താ സൂര്യൻ നേരത്തെ എന്നാണ്. ഞാൻ വൈകിയതാണോ സൂര്യൻ നേരത്തെ ഏതാണോ? നാട്ടിലെ ഉച്ചയിലെ പൊരി വെയിൽ തന്നെയാണ് കേട്ടോ. 6 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നത്തെയും പോലെ ഓട്സ് തന്നെ. ഓട്സും നട്ട്സും ഫ്രൂട്ട്സും അതുപോലെ തന്നെ യോഗേർട്ടൊക്കെ കൂടിയ ഒരു ബൗൾ. ഇത് കഴിച്ചാൽ പിന്നെ ഉച്ച വരെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. പിന്നെ രാവിലെ കുട്ടൂസിനെ ഓഫീസിലേക്ക് അയച്ച് ഞാനും സുക്കും കൂടിയും കളിക്കാൻ തുടങ്ങി. ഈ സുക്കുവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൂച്ചക്കുട്ടി കണ്ടോ? ഇതാണ് ഞാനും കുട്ടൂസും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ള ഒരേ ഒരു ചങ്ങായി സുക്കുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയാൻ വേണ്ടി ഈ ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ. രാവിലെ തന്നെ സുക്കുവിന് ദോശയും ഇഡ്ഡലി പൊടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതുമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. അവൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ദോശയും ഇഡ്ഡലിയും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എപ്പോഴും അവന് ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ സ്പ്രൗട്ടുകളൊക്കെ കൊടുക്കാറുണ്ട് നന്നായിട്ട്. ഇതിൽ മുഴുവനൊന്നും കഴിക്കില്ല, പക്ഷേ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് ഇത്രയെങ്കിലും അവരൊരു ദിവസം കൺസ്യൂം ചെയ്യണമെന്നാണ്. അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇന്ന് ക്യാബേജ് തോരനും അതുപോലെ തന്നെ സ്പ്രൗട്ട് അത് ഒരു തോരനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് സുക്കൂന് കൊടുക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ അധികം എരിവൊന്നും ഇടില്ല. അതുപോലെ തന്നെ മുരിങ്ങ ഇല തോരൻ. ഇപ്പം നമുക്കിവിടെ മാർക്കറ്റിലൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ് മുരിങ്ങ ഇല. ഇതും സുക്കൂനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ മുളകൊന്നും ചേർക്കാറില്ല. പിന്നെ ഞാൻ അവന് കൊടുക്കാറുള്ളത് യോഗേർട്ട് നന്നായിട്ട് കൊടുക്കും. അതുപോലെ ഉച്ചത്തെ ഭക്ഷണത്തിന് സുക്കുവിൻ്റെ വക ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ഞാൻ ആലോചിക്കുകയായിരുന്നു, അതായത് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ മക്കൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അവരത് ഇമിറ്റേറ്റ് ചെയ്യും. ഞാൻ എയർ ഫ്രയറിൽ വെക്കുന്നത് വളരെ കുറച്ച് മാത്രമേ സുക്കു അത് കണ്ടിട്ടുള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക, അതിലെങ്ങനെ ടൈമർ വയ്ക്കുക എല്ലാം പഠിക്കുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത് നമ്മളെ തന്നെയാണ്. ഉച്ചത്തേക്ക് ചോറും സാമ്പാറും ക്യാബേജ് തോരനും പയറ് തോരനും മുരിങ്ങപ്പേരിയുമാണ് കേട്ടോ. അപ്പം അതിനുശേഷം ബാക്കി കാണുന്നത് സാധാരണ നമ്മുടെ ആൺമക്കൾക്ക് അമ്മമാരോട് സ്നേഹം കൂടുതലായിരിക്കുന്നതാണ്. ആ സ്നേഹം കൂടുതലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലുതാവുമ്പോൾ എന്താവെന്ന് അറിയില്ല, പക്ഷെ ഇപ്പോൾ എൻ്റെ മോൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഈ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അടികളും അങ്ങനെയൊക്കെയാണ് കേട്ടോ.